നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 10 സെന്റ് ഭൂമി പോകുമെന്ന പേടിയിൽ കൊടും ക്രൂരത. സ്വന്തം മകളെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം വളരെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കാസർഗോഡ് നിന്ന് പുറത്തു വന്നത്. സ്വന്തം മകൾ തന്റെ മുന്നിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുന്നത് കണ്ടിട്ടും അത് നോക്കി നിന്ന് രസിച്ചതല്ലാതെ ആ പിതാവ് ഒന്ന് പതറിയത് പോലുമില്ല എന്നുള്ളതാണ്. തന്റെ സ്ഥലത്തിന്റെ ആധാരമടക്കം തിരികെ വാങ്ങാൻ വേണ്ടി എന്നോണമാണ് ആ പിതാവ് ഭാര്യയുടെയും മകളുടെയും അടുത്തേക്ക് എത്തുന്നത്. പക്ഷേ ഉപ്പയുടെ രൂപത്തിൽ എത്തിയ കാലനായിരുന്നു ആ വീട്ടിലേക്ക് കയറി ചെന്നതെന്ന് ആ വീട്ടുകാർ വൈകാതെ തന്നെ അറിയുകയും ചെയ്തു. മഞ്ചേശ്വരത്ത് 18 വയസ്സുകാരിയായ മകളെ പിതാവ് വെട്ടിക്കൊന്ന സംഭവത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തുവരുന്നത്. ഇരട്ട കൊലപാതകം നടന്ന സംഭവത്തിൽ 3 പേരെയായിരുന്നു കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പ്രതി വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കുന്ന ആ ഇരട്ട കൊലപാതകം നടക്കുന്നത്. പിതാവിന്റെ അമിതമായുള്ള ലഹരി ഉപയോഗം, അതുമൂലം അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, അത് നിരന്തരം മനസമാധാനം കെടുത്തിയതോടെ ഉമ്മയും മകളും ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റുകയായിരുന്നു. അങ്ങനെ താമസം മാറാനുള്ള തീരുമാനം മഞ്ചേശ്വരത്തെ ബന്ധുവിന്റെ വീട്ടിലേക്ക് താമസം മാറുന്നു. സ്വത്ത് തർക്കവും ഭാര്യ നൽകിയിട്ടുള്ള വിവാഹമോചനവും നിലനിൽക്കെയാണ് ഇങ്ങനെയൊരു വീട് മാറ്റം ഉണ്ടാകുന്നത്. ആ കേസൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവ സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്താമെന്ന് പ്രതി കരുതുന്നു. അങ്ങനെ പ്രതിയായിട്ടുള്ള ഉമ്മർ ഫാറൂഖും അദ്ദേഹത്തിന്റെ സഹോദരനും ചേർന്നുകൊണ്ട് ഈ ഉമ്മയുടെയും ഉമ്മയും മകളും താമസിക്കുന്ന ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെ എത്തി അവിടെ നിന്ന് സംസാരങ്ങളാകുന്നു, ചർച്ചകളാകുന്നു. പിന്നീട് അത് സംസാരം വഴക്കായി മാറി. അതിൽ പ്രകോപിതനായ ഉമ്മർ കത്തി ഉപയോഗിച്ച് തന്റെ ഭാര്യയ്ക്കും മകൾക്കും അഭയം നൽകിയിട്ടുള്ള ബന്ധുവിനെയും സ്വന്തം മകളെയും അതിദാരുണമായിട്ട് കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ദേഷ്യം അടങ്ങുന്നവരെ അയാളെ, ആ പെൺകുട്ടിയെ, സ്വന്തം മകളെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ട് നാട്ടുകാർ പോലും പറയുന്നത്. കേവലം സംസാരത്തിനിടെ പ്രകോപിതനായാണ് പ്രതി കൊലപാതകത്തിലേക്ക് കടന്നതെന്നതാണ് ആദ്യമൊക്കെ നാട്ടുകാരും ആളുകളുമൊക്കെ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ കരുതിയതെങ്കിൽ പിന്നീട് അയാളുടെ മൊഴിയും കാണുന്ന സാഹചര്യവും ഒക്കെ മനസ്സിലാക്കി സംഭവം ആകെ ഞെട്ടിപ്പിക്കുന്ന വിവരമായി മാറുകയായിരുന്നു. 3 പേരെ കൊലപ്പെടുത്താൻ താൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന പ്രതി തന്നെ മൊഴിയായിട്ട് പോലീസിന് നൽകുകയും ചെയ്യുന്നു. ഒരു പ്രവാസിയായി കഴിഞ്ഞിരുന്ന അയാൾ കഴിഞ്ഞ 30 വർഷമായിട്ട് പ്രവാസ ലോകത്ത് സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിച്ചയാളാണ്. പക്ഷേ ലഹരി ഉപയോഗം അവിടെയും അയാൾക്ക് വില്ലനായി. ലഹരി ഉപയോഗം കനത്തതോടെ അയാളെ നാട്ടിലേക്ക് വിടേണ്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അയാൾ നാട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. പിന്നീടാണ് വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. താൻ സമ്പാദിച്ചതെല്ലാം തന്നെ തന്റെ മകളും ഭാര്യയും കൈക്കലാക്കിയെന്ന് ആരോപിച്ച് അയാൾ വീണ്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങുന്ന ക്രൂരതകൾ ഒരുപാടാണ് ഇയാളുടെ പേരിൽ നിന്ന് നാട്ടുകാരും പ്രതികരിക്കുന്നു. മകൾ ജുമൈല എന്ന് പറയുന്ന 18 വയസ്സുള്ള പെൺകുട്ടിയെയും ബന്ധു ഷേഖ് അബ്ബായെയും വളരെ ദാരുണമായിട്ടാണ് ഉമ്മർ ഫാറൂഖ് അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഹൃദയധമനിയിലേറ്റ ആഴത്തിലുള്ള കുത്തായിരുന്നു മകളായ ജുമൈലയുടെ മരണത്തിന്റെ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സ്വന്തം പിതാവിന്റെ കൈകളാൽ ആ പെൺകുട്ടിയുടെ ഹൃദയം പിളർക്കപ്പെട്ടു എന്ന് ചുരുക്കം. വലതു തുടയിലേറ്റ ആഴത്തിലുള്ള മുറിവിനെ തുടർന്നാണ് അമിതമായി രക്തസ്രവം ഉണ്ടാകുകയും രക്തം വാർന്നൊലിക്കുകയും ചെയ്യുകയും ഷേഖ് അബ്ബ മരണത്തിലേക്ക് കീഴടങ്ങുകയും ചെയ്യുന്നത്. രക്തം വാർന്നുണ്ടായ ഹൃദയാഘാതമാണ് അബ്ബയുടെ ജീവനെടുത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയ 10 സെന്റ് ഭൂമി തിരികെ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുണ്ടായ തർക്കമാണ് ഇതിനൊക്കെ പ്രധാന അടിസ്ഥാനമെന്നാണ് പുറത്തുവരുന്ന വിവരം. കുടുംബം തന്നെ കൈവിടുകയാണെന്നും സ്വത്ത് നഷ്ടപ്പെടുമെന്നും ഉറപ്പായതോടെയാണ് താൻ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പ്രതി പോലീസിനോട് പറയുകയാണ്. ആക്രമണത്തിനായി ഇയാൾ മുൻകൂട്ടി പുതിയ കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. നടത്തിയ ഈ ആക്രമണത്തിൽ ഇല്ലാതായത് ഒരു പിതാവിനെ സ്നേഹിക്കേണ്ടിയിരുന്ന, മകളുടെ കുടുംബത്തിന് തുണയാകേണ്ടിയിരുന്ന ബന്ധുവിന്റെയും ജീവനായിരുന്നു എന്നുള്ളതാണ് വളരെ വേദനയോടെ നാട്ടുകാർ പറയുന്നത്. വില്ലനായത് ഇവിടെ മയക്കുമരുന്ന് തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. തകർന്ന ദാമ്പത്യം പ്രതി ഉമ്മർ ഫാറൂഖ് വർഷങ്ങളായി കടുത്ത മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ് വിവരം. ലഹരി മൂലം വീട്ടിലുണ്ടായിട്ടുള്ള സാമ്പത്തിക മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ഭാര്യ താഹിറയും മക്കളുമെല്ലാം ചേർന്ന് ഇയാളിൽ നിന്ന് അകന്ന് താമസിക്കാൻ തീരുമാനമെടുക്കുന്നത്. ഒടുവിൽ ബന്ധം വേർപെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചതും ഇതേ ലഹരി വസ്തുക്കളുടെ മറവിൽ, അല്ലെങ്കിൽ ഇതേ ലഹരി വസ്തുക്കളുടെ ലഹരിയിൽ അയാൾ കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾ സഹിക്കവയ്യാതെയാണ്. ഇപ്പോഴത്തെ ആ ലഹരി വസ്തുവിന്റെ ലഹരിയിൽ അയാൾ സ്വന്തം ചോരയെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. സ്വന്തം ചോരയ്ക്ക് ഒരു അഭയം നൽകിയതിന്റെ പേരിൽ ഒരു മനുഷ്യ ജീവനെയും ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്.